പുതിയ ആദായ നികുതി ബിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ ലോക്സഭയുടെ മേശപ്പുറത്ത് വെച്ചു. ബിൽ സ്പീക്കർ സെലക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് വിട്ടു. ആദായ നികുതി നിയമം സമഗ്രമായി പരിഷ്കരിക്കുന്നതാണ് നിർദ്ദിഷ്ട ബിൽ. ആദായ നികുതി വകുപ്പുകളിൽ സമഗ്ര പരിഷ്കരണം ലക്ഷ്യം വെച്ചുള്ളതാണ് പുതിയ നിയമം. പാർലമെന്റിന്റെ മേശപ്പുറത്ത് വെച്ച പുതിയ ബിൽ സെലക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് വിട്ടു. ആദായ നികുതി നിയമം ലളിതവൽക്കരിക്കുകയും സാങ്കേതിക ശിക്ഷാ നടപടികൾ ലഘൂകരിക്കുകയും ചെയ്യുന്നതാണ് 2025 പുതിയ നിയമം. 1961 ഭാരതത്തിൽ ആദ്യ ആദായ നികുതി നിയമം നടപ്പിൽ വന്നത്. 2025 അവതരിപ്പിക്കുന്ന ബിൽ 2026 ഏപ്രിൽ 1 മുതൽ നടപ്പാക്കുകയാണ് ലക്ഷ്യം. അനാവശ്യ ശിക്ഷാ നടപടികൾ ഒഴിവാക്കുകയും ലളിതമായ ഭാഷയിൽ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുള്ളതാണ് പുതിയ നിയമം. 1961 നിയമത്തിൽ നിന്നും വ്യത്യസ്തമായി 536 വകുപ്പുകളാണ് പുതിയ നിയമത്തിലുള്ളത്. 23 അധ്യായങ്ങളും 16 ഷെഡ്യൂളുകളും പുതിയ നിയമസംഹിതയിലുണ്ട്. 61 നിയമത്തിൽ കേവലം 298 വകുപ്പുകളും 14 ഷെഡ്യൂളുകളും 23 ചാപ്റ്ററുകളും മാത്രമാണുള്ളത്. പ്രീവിയസ് ഇയർ, അസസ്മെന്റ് ഇയർ എന്നീ ഭാഷാ പ്രയോഗങ്ങൾക്ക് പകരം ടാക്സ് ഇയർ അഥവാ നികുതി വർഷമെന്ന് കൃത്യമായി നിയമത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഓഹരി വിപണിയിലെ ഡിബഞ്ചറുകളിൽ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് കണക്കാക്കുന്നതിന് പ്രത്യേക വകുപ്പുകൾ നിയമത്തിൽ ഉൾച്ചേർത്തിട്ടുണ്ട്. ആദായ നികുതി രംഗത്ത് സമ്പൂർണ്ണമായ പരിഷ്കരണം നടപ്പാക്കുക എന്നതാണ് പുതിയ നിയമത്തിന്റെ ലക്ഷ്യം. ന്യൂസ് ഡെസ്ക്.